നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോകത്തിലെ പ്രധാന നദികളിൽ ഒന്നായ മിസിസിപ്പി നദിയാണ്. ലോകത്തിലെ നീളം കൂടിയ നദികളിൽ 4-ാം സ്ഥാനത്തുള്ള മിസിസിപ്പി വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളമുള്ള നദിയാണ്. ഏകദേശം 31 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് മിസിസിപ്പി നദിയും അതിൻ്റെ പോഷക നദികളും വെള്ളം എത്തിക്കുന്നുണ്ട്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ 1/8 പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് മിസിസിപ്പി നദീതടം. അമേരിക്കൻ ഐക്യനാടുകളിൽ ആകെയുള്ള 51 സംസ്ഥാനങ്ങളിൽ 31-ലും പൂർണ്ണമായോ ഭാഗികമായോ മിസിസിപ്പി നദിയിലെ വെള്ളം എത്തുന്നുണ്ട്. പൂർണ്ണമായും അമേരിക്കൻ നാടുകളിലൂടെ ഒഴുകുന്ന മിസിസിപ്പി നദി മിനിസോട്ടയിലെ ഇറ്റാക്സ് തടാകത്തിൽ ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി മെക്സിക്കൻ ഉൾക്കടലിൽ പതിക്കുന്നു. അമേരിക്കൻ ഗോത്രവർഗക്കാരുടെ ഭാഷയിൽ മിസിസിപ്പി എന്ന വാക്കിന് മഹാനദി എന്നാണ് അർത്ഥം. മിസിസിപ്പിക്ക് പോഷക നദികൾ ഒട്ടേറെയുണ്ട്. മിസൂറി, ഒഹായോ എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇവയിൽ മിസൂറി നദിക്ക് മിസിസിപ്പിയേക്കാൾ നീളമുണ്ട്. സെൻറ്റ് ലൂയി എന്ന സ്ഥലത്ത് വെച്ച് ഈ നദി മിസിസിപ്പിയിൽ ചേരുന്നു. മിസൂറി, മിസിസിപ്പി നദികൾ ചേർന്ന മിസിസിപ്പി നദീവ്യവസ്ഥയുടെ ആകെ നീളം 6000 കിലോമീറ്ററാണ്. അമേരിക്കയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലുമെല്ലാം ഇടം നേടിയ നദിയാണ് മിസിസിപ്പി. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജലഗതാഗത മാർഗങ്ങളിൽ ഒന്നായിരുന്നു ഈ നദിയിൽ ഉണ്ടായിരുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ധാരാളം ആവി ബോട്ടുകൾ ഈ നദിയിലൂടെ ഓടിത്തുടങ്ങി. അമേരിക്കയുടെ വാണിജ്യ വ്യവസായ മേഖലകളുടെ വളർച്ചയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ മഹാനദിയാണ് മിസിസിപ്പി. മിസിസിപ്പിയുടെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന അമേരിക്കൻ എഴുത്തുകാരനാണ് മാക് ട്വെയിൻ. കുട്ടിക്കാലം മുതൽക്കേ മിസിസിപ്പി നദിയോട് കൂട്ടുകൂടിയ അദ്ദേഹത്തിൻ്റെ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ വിഖ്യാത കൃതികളിൽ ഈ നദി കഥാപാത്രമായി കടന്നു വരുന്നുണ്ട്. ഇത് ലോകത്തിലെ നീളം കൂടിയ 4-ാം സ്ഥാനത്തുള്ള മിസിസിപ്പി എന്ന വടക്കേ അമേരിക്കയിലൂടെ ഒഴുകുന്ന ഒരു നദിയെപ്പറ്റിയുള്ള ചെറിയ വിവരണമാണ് ഇത്. ഇത്രമാത്രം. നന്ദി, നമസ്കാരം.